ഹായ്. ഹലോ. ഹലോ. അതായത് ഇപ്പൊ ഇലക്ഷന് മത്സരിക്കുന്ന എന്തിനാന്നൊക്കെ ചോദിക്കുക. നിനക്ക് എന്ത് യോഗ്യത, നിന്റെ ഉദ്ദേശം എന്താന്നൊക്കെ ഉള്ളത്. ഇപ്പൊ ഉദ്ദേശം ഞാൻ പറഞ്ഞു. എൻ്റെ ഉദ്ദേശം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക. ഗവൺമെൻറ് സർവീസസ്, നമ്മൾ പബ്ലിക് റിലേഷൻസ്, ഡെവലപ്മെൻറ്റ്സ്, എന്തിനൊക്കെ പറ്റുമോ അത്രയും. ഭയങ്കര സീക്രസി വേണ്ടിടത്തൊന്നും കൊണ്ട് ട്രാൻസ്പെറൻസി കാണിക്കാൻ പറ്റില്ല. നമുക്ക് ബാത്റൂമിനകത്ത് കൊണ്ട് CCTV വെക്കത്തില്ല. മനസ്സിലായില്ല? അത്രയും ഉള്ളു കാര്യം. ബാക്കി ചെയ്യാൻ പറ്റുന്നതെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, ഇവിടെ ഇപ്പോൾ മോഷണം നടക്കുന്നു, അല്ലെങ്കിൽ ഒരാൾ തട്ടിപ്പ് നടത്തുന്നു, പുറത്ത് വെക്കാം. തട്ടിപ്പ് നടത്തുക. ഈ തട്ടിപ്പ് നടത്തണേ വേണ്ടത് മറയും ഇരുട്ട് വെക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും അങ്ങ് നമ്മൾ മാറ്റുക. അവിടുന്ന് ആ സീൻ മാറിക്കഴിഞ്ഞാൽ മറയില്ല ഇരുട്ടില്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും എടുത്താൽ എല്ലാവർക്കും കാണാൻ പറ്റും. എടുക്കത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു മാനസികവും ചിലപ്പോൾ എടുക്കുമായിരിക്കും. അപ്പോൾ അയാളെ മാത്രം കണ്ടുപിടിച്ചിട്ട് ഓക്കെ അയാൾ അത് എടുത്തുകൊണ്ട് പോകുന്നതിനിപ്പുറം അത് എടുക്കുമ്പോൾ തന്നെ അറിയാം. മനസ്സിലായി? ചിലപ്പോൾ അതിൻ്റെ ഓണർക്ക് തന്നെ കാണാതെ എൻ്റെ സാധനം എടുക്കുന്നുണ്ട്. ഇനി അതല്ല വേറൊരാളുടെ എടുത്തുകൊണ്ട് പോകുന്ന സമയത്താണേലും പറഞ്ഞ ഇത് എടുക്കാൻ പറ്റത്തില്ല. ബാക്കി എല്ലാവരും കണ്ടിട്ട് അവനെ പിടിക്കുമെങ്കിലും ചെയ്യും. ഇത് പിടിക്കാനും പറ്റുന്നില്ല. മനസ്സിലായി? കള്ളനും പോലീസും കളിയൊക്കെ ഒന്നും ഒരു വലിയ കളിയൊന്നുമില്ല. അതൊന്നും ഇപ്പോൾ പിള്ളേർ പോലും കളിക്കാറില്ല. കൊച്ചു പിള്ളേർ പോലും കളിക്കുന്നില്ല. അതൊരു കാര്യം. പിന്നെ എന്താണെന്ന് വെച്ചാൽ എന്താ യോഗ്യതയെന്ന്, എനിക്ക് ഇവരുടെയൊക്കെ തന്നെ യോഗ്യതയൊക്കെ അതല്ല യോഗ്യതയല്ലേ, എന്തെങ്കിലും ക്വാളിറ്റി ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഉള്ളവരുടെയൊക്കെ ക്വാളിറ്റി ഉണ്ട്, ചിലരൊക്കെ കൂടുതലും ഉണ്ട്. അല്ലാതെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരാ വിളിച്ചു വരുന്നത്? അപ്പോൾ അങ്ങനെ ക്വാളിറ്റി എന്ന് പറയുന്ന സാധനത്തിന് ഞാൻ പിന്നെ ഒരു കാര്യം പറയാം. എൻ്റെ ക്വാളിറ്റി അല്ല എൻ്റെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി. മനസ്സിലാകുന്നുണ്ടോ? വ്യക്തിയല്ല. നമുക്ക് വ്യക്തികളിൽ വിശ്വാസവും ഇല്ല, താല്പര്യമില്ല. അപ്പോൾ ഞാനൊരു പ്രോഡക്റ്റ് കാണിക്കുക, അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്താൽ മതി. ഞാൻ എത്രക്കാരം വേണേലും ആയിക്കോട്ടെ. ആ ക്വാളിറ്റി എന്നെ എന്തുകൊണ്ട് ചെക്ക് ചെയ്യണ്ട എന്ന് പറയുന്നതിന് കാരണം ആ പ്രോഡക്റ്റ് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ടാണ്. ഈ ട്രാൻസ്പെറൻറ്റ് സിസ്റ്റത്തിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ പിന്നെ എന്നെ സംശയിക്കുകയോ പേടിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി തുടങ്ങി എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇതിൻ്റെ മുതലാളി എന്ന് പറയുന്ന ഒരാളോ അല്ലെങ്കിൽ നേതാവോ എന്തെങ്കിലും ഒരു സംഘടനയുടെ നേതാവിനോ വേണമെങ്കിൽ എന്തും ചെയ്യാൻ പറ്റും. ആ സാധനം നടക്കാതെ പോകണമെന്നുണ്ടെങ്കിൽ സിസ്റ്റം ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. ഇതിനകത്ത് തലയുമാലൊന്നുമില്ല. മനസ്സിലായോ? അപ്പം ഞാൻ അതിൻ്റെ ഒരു തലപ്പത്തിരുന്നുകൊണ്ട് എനിക്ക് കക്കാം എന്നുള്ളൊരു പൊട്ടത്തിലും പറയും ആൾക്കാർ. എനിക്ക് നല്ല ആർക്കും എടുക്കാൻ പറ്റത്തില്ല. ആർക്കും എടുക്കുന്നെങ്കിൽ ട്രാൻസ്പെറൻസി ഇരുന്നിട്ട് ഞാൻ കണ്ട എന്നെ പിടിക്കാമല്ലോ. എന്തിനാ വെറുതെ വ്യക്തികളെ വിശ്വസിക്കേണ്ടെന്ന്? വേണ്ടെന്നേ, വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി വെക്കണം അല്ലേ? വിശ്വസിക്കാൻ പറ്റാത്തതിന് കാരണങ്ങളെന്ന് വെച്ചാൽ ഓരോ പ്രായത്തിലും ഓരോ സ്വഭാവവും, നമ്മുടെ ഹോർമോൺ ബാലൻസ് ഇതിന് തെറ്റിപ്പോവോ അല്ലെങ്കിൽ മാനസിക തെറ്റോ ചെയ്താലും നമ്മളെ പിന്നെ കണക്കിലെടുക്കാൻ പറ്റത്തില്ല. അതൊരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യന് ഈ അധികാരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് അവിടെ മറ്റേ ഡോപ്പമിൻ ഹൈ ഉണ്ടാവും. ഈ ചുറ്റും നിൽക്കുന്നവർ ഇങ്ങനെ ഓച്ചാനിച്ച് നിന്നിട്ട് സാറേ 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 എന്ന് വിളിക്കുന്ന സാധനം കിട്ടുമ്പോൾ സാറൊന്നും ഇല്ല ഇവിടെ. അല്ല, ഇത് ഇവിടെ ഇല്ല. ഞാൻ പറയുന്നത് അവിടുത്തെ കാര്യമാണ്. ആളുകൾക്ക് ആ സാധനം കിട്ടിക്കഴിയുമ്പോൾ ആളുകൾ അതിനകത്തോട്ട് ഭയങ്കരമായിട്ട്. ഞാൻ ചാരിറ്റിയുടെ കാര്യം പറഞ്ഞാൽ ചാരിറ്റി തട്ടിപ്പിന് സൊല്യൂഷനാണ് ചാരിറ്റി വിത്ത് ക്ലാരിറ്റിയും. അത് ട്രാൻസ്പെറന്റ് ഫണ്ട് മാനേജ്മെന്റ് സിസ്റ്റം ഇന്ത്യയിൽ ആദ്യമായിട്ട്. അങ്ങനെ ലോകം നമ്മൾ നോക്കണ്ട. കാരണം അവരുടെ കാര്യം അവർ വേറെ രീതിയിലുള്ള രാജ്യത്തെ അവിടെ ഇത് ആവശ്യം വരുന്നുള്ളൂ. ഇത്രയും കറക്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഇത് ആവശ്യമാണ്. കാരണം ചാരിറ്റിയിൽ തട്ടിപ്പ് നടത്തുന്നത് നമ്മുടെ ആൾക്കാർ അത് മാത്രം തട്ടിപ്പ്. അതിനെ തടയാനായിട്ട് നോക്കുമ്പോൾ പിന്നെ കള്ളനെ പിടിക്കാൻ പോവുക. ആ കള്ളനെ പിടിക്കേണ്ട കള്ളനില്ല. ഇനി കള്ളൻ ഉണ്ടാവേണ്ട കാര്യമില്ല. അവൻ അടിച്ചു മാറ്റാൻ പറ്റാത്തൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം അങ്ങ് തീർന്നു. അതേ മാത്രമേ നമ്മൾ ആലോചിക്കാവൂ. അതിനാണ് നമ്മൾ ആ സിസ്റ്റത്തിനകത്ത് ആ കറക്ഷനും ലോക്കും വിസിബിലിറ്റിയും എല്ലാം കൊടുക്കുന്നത്. അപ്പൊ താൻ ചെയ്യാൻ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നേരത്തെ മുമ്പ് താൻ ചെയ്ത റൺ ചെയ്യുന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സിസ്റ്റം പോലെ ട്രാൻസ്പെറന്റ് ആയിട്ട് ഗവേണിംഗ് സിസ്റ്റത്തിനകത്ത് അഡ്മിനിസ്ട്രേഷൻ അങ്ങനെ വർക്ക് ചെയ്യണമെന്നാണ് തന്റെ അഭിപ്രായം. അതാണ് താൻ പറയുന്നത്. അതിന്റെ സ്കോപ്പ് കണ്ടു കഴിഞ്ഞാലോ അതിന്റെ ഒരു എന്താ പറയണ്ടേ, നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബസ്, നിനക്ക് രാവിലെ ഒരു ബസ്സിൽ കയറി പോകാൻ നേരത്തെ സീറ്റ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. മനസ്സിലായില്ലേ? ആശുപത്രിയിൽ പോയി അപ്പോയിന്റ്മെന്റ് എടുക്കാൻ നേരത്തെ ഏത് ആശുപത്രിയിലോട്ടാണോ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത് അത് ഇവിടെ നമ്മുടെ ആപ്പിൽ തന്നെ എടുക്കാൻ പറ്റും. അല്ലെ നമുക്ക് എന്താണോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതിനകത്തൂടെ പോകേണ്ട കാര്യമുള്ളൂ. മനസ്സിലായില്ലേ? അത്രയും വരണം. പിന്നെ സ്കൂൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത്
3 സിലബസാണ്. ഇവിടെ എന്തിനാ അങ്ങനെ ഒരു കൊച്ചിന് ഒരു കൂടുതൽ പൈസ ഉള്ളത് കൊണ്ടൊന്നും ഒരിക്കലും അയാളുടെ തലച്ചോറ് ഏറ്റവും കൂടുതൽ പൈസ ഉള്ള സ്കൂളിലാണ് അല്ലല്ല, അങ്ങനെ അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടൊന്നും ഒരു കുട്ടിക്ക് എന്താ പറയുക പഠിക്കാൻ കഴിവില്ലാതെ വരണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ 3 തരത്തിൽ പഠിപ്പിച്ചിട്ട് പിന്നെ ഇവിടെ ഓർമ്മശക്തിയാണല്ലോ ഇവര് ടെസ്റ്റ് ചെയ്യുന്നത്. ഓർമ്മശക്തി മാറും. ഇപ്പൊ നമ്മൾ ഇന്റർനാഷണൽ സിലബസിലോട്ടൊക്കെ മാറി കഴിഞ്ഞാൽ അത് മാറി. നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടത്? ഒരു 10 രാജ്യത്തെ കൊള്ളാവുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം അങ്ങോട്ട് എടുത്തിട്ട് ഇപ്പൊ ഈ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ഉണ്ടായത് എന്ന് പറഞ്ഞ പോലെ അഡോപ്റ്റ് ചെയ്ത് അതിനെ നമ്മുടെ സാഹചര്യമായിട്ട് പൊരുത്തപ്പെടുന്ന രീതിയിലുള്ള എല്ലാം എടുത്ത് നമുക്കത് എങ്ങനെയൊക്കെ നടത്തിയെടുക്കാമോ അതൊന്ന് നോക്കിയാൽ മാത്രം മതി. അതിനകത്ത് ഇപ്പോൾ AC-ലിരുന്ന് പഠിക്കേണ്ട പിള്ളേരുണ്ടാവും. നമുക്ക് അങ്ങനെ എല്ലാം ഈക്വലാക്കാനൊന്നും വരത്തില്ല. ഈ പറഞ്ഞ ഫിനാൻസ് ഒന്നും എല്ലാവർക്കും ഒരുപോലെ ഒന്നും കിട്ടിയെന്ന് വരത്തില്ല. പക്ഷേ അതിന് ആ ഫെസിലിറ്റിക്കുള്ള പൈസ മേടിച്ച് ഫീസ് എടുക്കാം. പക്ഷെ പഠിപ്പിക്കുന്നത് ആ ബുക്ക് മാത്രം അത് മാറാൻ പാടില്ല. അവിടെ ഒരു ട്രാൻസ്പെറൻസി വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സ്കൂൾ സിസ്റ്റം എല്ലാം നമ്മൾ എല്ലായിടത്തെയും മോണിറ്റർ ചെയ്യണം. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ ചെയ്താൽ ഇവിടെ താൻ പഠിക്കുന്നത് ഞാൻ പഠിക്കുന്നത് ഇവിടെ ജനിക്കുന്ന കൊച്ചുങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ റോഡിലും ഈ പറഞ്ഞ പബ്ലിക്കിലും സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും നല്ല രീതിയിൽ ബിഹേവ് ചെയ്യും. ആ സാധനം അത് കറക്ഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലീസിങ്ങിലും ക്രിമിനൽസും അല്ല ഇവിടുത്തെ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ അങ്ങ് നിൽക്കുക, തീരുക. അതിന് വേണ്ടത് കുറച്ച് പണി മാത്രമേ ഉള്ളൂ. ഒരു ബുക്ക് എല്ലാ സ്ഥലത്തും ഒരുപോലെ കിട്ടണം. എല്ലാവരെയും അതുപോലെ പഠിപ്പിക്കാൻ പറ്റണം. കൊച്ചുങ്ങളാണ് ഒരു ഫ്രഷ് ബ്രെയിനാണ്, മനസ്സിലായി? ആ ഫ്രഷ് ബ്രെയിനെ നമ്മൾ ട്രെയിൻ ചെയ്യാതെ ഇത് മാറത്തൊന്നുമില്ല. ഇപ്പോൾ ഉള്ളവർക്ക് കൊണ്ട് വേണ്ടത് കൺട്രോൾ വെക്കുകയാണ്, മനസ്സിലായില്ലേ? പക്ഷെ നാളെ വരുമ്പോൾ കൺട്രോൾ വേണ്ടി വരത്തില്ല. ആ സിവിക് സെൻസ് ഉള്ളവൻ പുറത്തിറങ്ങി അങ്ങനെ തന്നെ ബിഹേവ് ചെയ്തോളൂ. ഇവിടെ അതില്ലാതെ വരുന്നതിൻ്റെ കാരണം ഈ 3 തട്ട് 4 തട്ട് ചിലർക്ക് വിദ്യാഭ്യാസം കിട്ടുന്നില്ല. അത്രേ ഉള്ളൂ. അതിനകത്തൊരു ഇക്വാളിറ്റി ഉണ്ട്. നമ്മൾ ഈ പറയുന്ന ട്രാൻസ്പെറൻസിക്കകത്ത് ഇക്വാളിറ്റി ഉണ്ട്. ഈ പാർട്ടിസിപ്പേഷൻ വരുമ്പോൾ ഏതൊരു മനുഷ്യനും അഭിപ്രായം പറയും. ആരായിരിക്കും ഇത് കറക്റ്റ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇതിലും ബെറ്റർ ഐഡിയാസ് വരും. എല്ലാം നമ്മൾ എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതൊരു സൊസൈറ്റിയാണ്, അല്ലെ മലയാളി മനുഷ്യൻ സമൂഹം. ഈ സമൂഹം എല്ലാം നമ്മൾ കേരളത്തെ പറ്റി പറഞ്ഞാൽ മതി. കേരളം മുഴുവൻ ഒന്നിച്ചാ നിൽക്കേണ്ടത്. അല്ലാതെ പരസ്പരം കുറ്റം പറഞ്ഞ് തല്ലി സമരം ചെയ്ത് അതൊന്നും വേണ്ട. നമുക്ക് ഒന്നിച്ച് പരിപാടി ആർക്കും ഫേവറിസം ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വർക്ക് ആവത്തില്ല. പിന്നെ ഇപ്പോൾ ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പ്ലേസ്മെന്റ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്ലേസ് ആയിക്കോളും എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർക്കൊന്നും പണി കിട്ടാതെ പോകേണ്ട ആവശ്യമില്ല. ഇവിടെ എല്ലാവർക്കും പണിയുണ്ട്. ഇവിടെ ഇത്രയും മനുഷ്യർ മലയാളികളെല്ലാം പണിയെടുക്കുന്നതിൻ്റെ ഒരു ഷെയർ വെച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഡെവലപ്മെന്റ് നടക്കുന്നത്. ആ ഷെയറിനകത്തൊന്നും കുറേ ഒന്നും ആവശ്യമില്ലാതെ ഏതോ ഒരുത്തം വന്നിരുന്നു ആരാണ്ട് എടുത്തോണ്ട് പോയിട്ട് എവിടെ കൊണ്ടുപോയി എന്ത് ചെയ്തു, പിന്നെ കേസ് വഴക്ക് 10 വർഷം കണക്കില്ല, ഒന്നുമില്ല. ചോദിച്ചാൽ അറിയില്ല, ആർക്കും ആരോടൊന്നും ചോദിക്കാനും പറ്റത്തില്ല. ചോദിച്ചാൽ നമ്മൾ വേറെ ഏതെങ്കിലും പാർട്ടിക്കാരനാക്കി മാറ്റി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ട്. അത്തരം എന്താ പറയാ അതൊക്കെ ഒരു ഔട്ട്ഡേറ്റഡ് പരിപാടി തന്നെയാണ്. അതെന്ത് ഇങ്ങനെ അങ്ങനെ അത് നമുക്ക് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പുതിയൊരു സാധനം പറയുന്നത് ഏറ്റവും സിമ്പിൾ സാധനമാണ്. ആകെ ചെയ്യേണ്ടത് വിസിബിലിറ്റി കൊടുക്കുക. ഏറ്റവും ബേസിക് സാധനമാണ് ഈ പറയുന്നത്. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ശരിക്കും ചെയ്യേണ്ട ഒരു പരിപാടി ഇതാണല്ലോ. ഇത് കേട്ടിട്ട് ആർക്കും മനസ്സിലാവാത്തത്. ഇത് ചെയ്യാൻ പറ്റുന്നവർ ഇനി വരണം പുറത്തോട്ട്. അല്ല ഇതെന്ത് ആൾക്കാർക്ക് മനസ്സിലാവാത്തത്? താൻ കുറെ കാലമായിട്ട് ഇത് പറയണ്ടല്ലോ. കാണിച്ചും കൊടുത്തില്ലേ? കാണിച്ചും കൊടുത്തു. അപ്പോഴും പറയുന്നത് ഞാൻ തട്ടിപ്പാന്ന് പറയാം. ഈ തട്ടിപ്പെല്ലാം പറയും. തട്ടിപ്പെല്ലാം നടത്തിയിട്ടും ഞാൻ ഇവിടെ ഇതുപോലെ തന്നെ പണ്ട് എന്നെ കണ്ട അതുപോലെ തന്നെ ഇവിടെ ഇരിക്കും. ഇതും പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അല്ലാതെ ഇവിടെ വേറെ വണ്ടി മേടിക്കുവോ, ലക്ഷറി ലൈഫ് സ്റ്റൈലോ മറ്റു വീട് വെക്കുവോ ഒന്നും നടന്നിട്ടില്ല. നമ്മൾ കുറച്ച് എന്താ പറയുക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, അല്ലാതെ മെച്ചപ്പെട്ടിട്ടില്ല. ഞാനൊരു കോടീശ്വരനാകുമെന്ന് വിചാരിച്ച് ആരും പേടിക്കൊന്നും വേണ്ട. ഞാൻ പിന്നെ വേറെ കാര്യം പറഞ്ഞുതരാം. ഇത് ഒരിക്കൽ ചേഞ്ച് ചെയ്താൽ, ഒറ്റ പ്രാവശ്യം ചേഞ്ച് നടന്നാൽ പിന്നെ വന്നിട്ട് ഒരുത്തൻ ഇതിന്റെ പുറകോട്ട് പിടിച്ചിട്ട് ഒരു ഇത് പിടിക്കാൻ പറ്റും. അപ്പോഴും അവിടെ ടൈറ്റ് കോമ്പറ്റീഷനാണ്, ഒരു കോമ്പറ്റേറ്റീവ് എൻവയൺമെന്റാണ്. മനസ്സിലായോ? ഇതിനപ്പുറം പിടിക്കുന്ന ഒരുത്തൻ വന്നാൽ ഓക്കെ, അവൻ പോട്ടെ, എടുത്തോട്ടെ. നമുക്ക് ആരും എടുക്കും കൊടുക്കലൊന്നുമില്ല. അയാളെ നമ്മൾ അംഗീകരിക്കുക. നീ ഇത് ചെയ്യും. എല്ലാവരും പറയും നീ കൊള്ളാം. ഈ സാധനം വർക്കായി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോണെന്ന് പറയുന്നത് ഇവിടെ പൊളിറ്റീഷ്യൻസിന്റെ ഒക്കെ എണ്ണം കുറയും. താല്പര്യമില്ലാണ്ടാവും. അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് പ്രവർത്തനത്തിന് ഇറങ്ങണ ആളുകൾക്ക് താല്പര്യമില്ലാതാവുന്നു. അതിന്റെ ആവശ്യമില്ല. എല്ലാവരും പൊളിറ്റീഷ്യൻസ് ആണ്. എല്ലാവരും പൊളിറ്റിക്കൽ ആണല്ലോ. അല്ല എല്ലാവരും പൊളിറ്റീഷ്യൻസ് ആണ്. മനുഷ്യരും അങ്ങനെ തന്നെയാണ്. അല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ഇവിടെ ഈ വേഷം കെട്ടി വരുന്ന പൊളിറ്റീഷ്യൻസ് ഉണ്ടല്ലോ, ഞാൻ അതാ ഉദ്ദേശിച്ചത്.
പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പം ഞാനിത് പറയുന്നില്ലേ, ഇതല്ലെങ്കിലും നടന്നു പോകും. ഇപ്പൊ AI റോബോട്ടിക്സ് ഒക്കെ അത് ആ ഒരു തരത്തിലോട്ട് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് അങ്ങനെ ആവുമായിരിക്കും. പക്ഷെ നമുക്ക് അതിന് മുമ്പ് ഒന്ന് ആക്കിയെടുത്താൽ വേണം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഒരു ബെറ്റർ ലൈഫും ബെറ്റർ എൻവയൺമെന്റും സേഫ് ആൻഡ് സെക്യൂർ ഒരു ജീവിതം, ഹാപ്പിനെസ് ഇൻഡെക്സ്. പിന്നെ ഞാൻ പറയുന്നതിനകത്ത് വേറെ കാര്യമുണ്ട്, ഇത് മനുഷ്യന് മാത്രമുള്ള ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യരുത്. ഇവിടെ മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, മത്സ്യങ്ങളുണ്ട്, വെള്ളമുണ്ട്, വായുവുണ്ട്, ഭൂമിയുണ്ട്. ഇതിനെല്ലാം നമ്മൾ എൻവയൺമെന്റിനെ മൊത്തത്തിൽ കൺസിഡർ ചെയ്യുന്ന ഒരു ജനറേഷൻ ഇവിടെ വേണം. ഇത് ഇപ്പൊ ഇവിടെ എന്താ പറയണ്ട, പിള്ളേരാണെങ്കിലും ഇത് ഇത്തിരി പഠനങ്ങളൊന്നും ഇല്ല, ഒരിന്നും ആരെയും ഉപദ്രവിക്കരുത്, അത്ര നേരെ അല്ലാതെ നടക്കും. ഈ വളച്ചൊടിച്ച് അത്ര ഒന്നുമില്ല, സിമ്പിളായിട്ട് നടക്കണം. അല്ലാതെ ഇവിടെ കിടന്നുകൊണ്ട് അത് തന്നെ ഒരു സ്ട്രെസ്സാണ്. ഇത് ചെയ്യുന്നവന് സ്ട്രെസ്, ഇത് അനുഭവിക്കുന്നതിന് സ്ട്രെസ്, ഉടായ്പ കാണിക്കുന്നവനും സ്ട്രെസ്സാണ്, അവനും സമാധാനമില്ല. ഒരു കാര്യമില്ല. കോടികൾ ഉണ്ടാക്കിയിട്ട് എന്തിനൊക്കെ ചോദിക്കുന്നു, നീ എന്തൊക്കെ ഉണ്ടാക്കിയാലും എന്താണ്ട് കിടന്നില്ല, നീന്റെ എല്ലാം പോയില്ലേ. പിന്നെ കുറച്ചാൾ കഴിയുമ്പോൾ ഇതിനകത്ത് ഇവിടുത്തെ ഈ ആത്മഹത്യ വരെ നിൽക്കുമെന്ന് കുറേയൊക്കെ. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ മെന്റൽ ഹെൽത്തിനെ കുറച്ചും കൂടി, കുറച്ചൊന്നല്ല, ഏറ്റവും ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണ്. ഒരുപാട് പ്രശ്നങ്ങളിവിടെ നടന്നു, മെന്റൽ ഹെൽത്തിനെ പറ്റി ആരും സംസാരിക്കുന്നില്ല. മീഡിയ ആണെങ്കിലും അഡ്രസ് ചെയ്യുന്നത് തെറ്റിച്ചാണ്. ഇവിടെ മീഡിയയും കൂടെ കൺട്രോൾ ചെയ്യണം. മീഡിയക്ക് ക്ലാസ് എടുക്കണോ? ഇല്ല, റെസ്ട്രിക്ഷൻസ് ആണ് കൊണ്ടുവരുന്നത്. ഈ കുത്തിത്തിരിപ്പ്, ഉടായ്പ വാർത്തകൾ, ഇതിനെ ഒരു റിസർച്ച് ഇല്ല, ഒരു സ്റ്റഡി ഇല്ലാതൊന്നും ഒരു സാധനത്തിനെയും ആൾക്കാരുടെ ഇടയിലോട്ട് ഇറക്കി വിടേണ്ട കാര്യമൊന്നുമില്ല. ഈ കൺഫ്യൂസ് ചെയ്യുന്ന അത് തൽക്കാലം മതി, അത് ആദ്യത്തെ റൗണ്ട് മാത്രമാണ്. ഇപ്പം നിലനിൽക്കുന്ന സെറ്റപ്പില് ആദ്യം കൊണ്ടുവരേണ്ട കൺട്രോൾസ് ഇതൊക്കെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് അടുത്തൊരു ഒരു 5 വർഷം കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് 5 വർഷം കഴിഞ്ഞാൽ പിന്നെ അതും ഒരു പ്രശ്നമല്ല. മനസ്സിലായില്ലേ? എല്ലാവർക്കും തൊഴിൽ ചെയ്തേ പറ്റത്തുള്ളൂ. അതെന്താണെങ്കിലും ചെയ്യാം. എന്നാൽ ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇത് ട്രാൻസ്പെറന്റ് ആയിട്ട് കണ്ട് എൻജോയ് ചെയ്ത് സുഖമായിട്ട് സന്തോഷമായിട്ട് എല്ലാം വീട്ടിൽ കിട്ടുന്നു. സർവീസ് ഗവൺമെന്റ് അങ്ങനെയാണ്. വീട്ടിൽ കിട്ടുക മൊബൈൽ ഉണ്ട്. ഇപ്പൊ ആവേണ്ട സമയം കഴിഞ്ഞു. ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ടും ഈ അഡ്വാൻസ് ടെക്നോളജി യൂസ് ചെയ്യാൻ അറിയത്തില്ല. എല്ലാം അതിനെ വെച്ചുകൊണ്ട് ഒരു പുതിയൊരു രീതിയിൽ ഒരു സാധനം ഡെവലപ്പ് ചെയ്യാൻ അറിയത്തില്ല. ഇപ്പൊ ഇലക്ഷൻ നടക്കാണല്ലോ. ഇലക്ഷൻ ഇലക്ഷന്റെ ഏരിയ ആണല്ലോ. അപ്പോൾ ഇടയിലെ നടന്നൊരു കാര്യം പറയാം. അതായത് ഇവിടുത്തെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടികൾ ഇവരുടെ പോസ്റ്ററുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ആളുകളെ ഏൽപ്പിക്കുന്നുണ്ട്. ഓരോ കമ്പനികളെ ആളുകളെയൊക്കെ ഏൽപ്പിക്കുന്നുണ്ട്. അവരിതൊക്കെ മറ്റേ ഏയിലൊക്കെ ഇട്ട് ചുമ്മാ കറക്കി അടിച്ച് ഓരോ സാധനം ഉണ്ടാക്കി അങ്ങോട്ട് കൊടുക്കും. എന്നിട്ട് അതിന്റെ കാശ് ഇവർ മേടിക്കും. അപ്പൊ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഈ സാധനം ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് അവർക്ക് അറിയില്ല. മനസ്സിലുണ്ടോ? അവർ ഈ സാധനത്തിന്, ഇവർക്ക് ഈ അറിവില്ലായ്മ എന്ന് പറഞ്ഞൊരു സാധനം ഭീകരമായിട്ടുണ്ടോ ഒരു സൈഡിൽ. പിന്നത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ഈ ജഡ്ജ്മെൻ്റാണ്. ഒരാളെ അയാളുടെ ലുക്കിലോ ജാതിയിലോ മതത്തിലോ ഒക്കെ വെച്ചിട്ട് അങ്ങ് ജഡ്ജ് ചെയ്ത് കളയും. അയാൾ ഇന്ന ജാതി ആയതുകൊണ്ട് അയാൾക്ക് എന്തോ കഴിവില്ല, അല്ല അയാൾക്ക് കാണാൻ കൊള്ളാത്തതുകൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. പിന്നെ മിസ്ബിഹേവ് ചെയ്യുന്ന ആളുകളെ മെൻ്റൽ ഹെൽത്തിലേക്ക് മാത്രമേ നമ്മൾ വിടാവൂ. അല്ലാതെ അവരെ കൊണ്ട് എന്താ പറയുക ജയിലിലിട്ടും അങ്ങനല്ല. ഇപ്പം നമ്മൾ ഈ ജയിലുകൾ ഇല്ലാണ്ടാക്കിയ സ്കാൻഡിനേവിയൻ കൺട്രീസിനെ പറ്റി ചിന്തിച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ക്രൈംസ് നടക്കാനുള്ള സാധ്യത കുറച്ചതും ഇപ്പോൾ കുട്ടികളെ തൊട്ട് ഇതുപോലത്തെ ടെൻഡൻസി ഉള്ളവരെ കറക്റ്റ് ചെയ്തിട്ടുമായിരിക്കും. അല്ലാതെ ജയിലിൽ നിന്ന് എല്ലാവരും തുറന്നു വിട്ടിട്ട് ജയിൽ പൂട്ടിയിടുമായിരുന്നിരിക്കത്തില്ല. അത്ര സിമ്പിളാണ് അത്. പിന്നെ പറയാനാണ് ഒത്തിരി ഉണ്ട്. പറഞ്ഞാൽ ടൂറിസം ഇതുപോലത്തെ ഒരു ഏരിയ ആണ്. ടൂറിസം ഒക്കെ ഡെവലപ്പ് ആണോന്ന് ചോദിച്ചിട്ട് അതിനകത്തും പ്രശ്നമുണ്ടോ? നമ്മുടെ കൾച്ചർ മോശമായതുകൊണ്ടും നമ്മളുടെ പബ്ലിക് ബിഹേവിയേഴ്സ് ശരിയല്ലാത്തതുകൊണ്ടും ഈ ഏതെങ്കിലും ഒരു കൊള്ളാവുന്ന രാജ്യത്ത് അയാൾ വന്നാൽ ഇവിടെ ഭയങ്കര പാടാണ്. അയാൾ കണ്ടിട്ട് ഇവർ പറയുന്നത് എന്താണെന്നറിയോ? ഇന്ത്യയിലെ ഏറ്റവും നല്ല സ്ഥലമാണ്. മനസ്സിലാവുണ്ടോ? അത് പറഞ്ഞ് സമാധാനിക്കവര്. അത് തന്നെ മനസ്സിലാവണം. പിന്നെ അതൊരു എക്സ്ക്യൂസാ. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥലം എന്ന് പറയുന്ന ഒരു എക്സ്ക്യൂസാ. അതൊന്നും പറഞ്ഞിട്ട് കാര്യം. വേറെ കാര്യം, കേരളം അമേരിക്കയാണ്, യൂറോപ്പാണ്. അതൊന്നുമല്ല, ഇത് കേരളമാണ്. അതല്ലല്ലോ, നമുക്ക് യൂറോപ്പും അമേരിക്കയും ഒന്നും അല്ല. കേരളം തന്നെയാണ്. അതെ, കേരളം കണ്ട് ഇനി വേണേ യൂറോപ്പ് വേണേ പഠിക്കട്ടെ. ഇത് കണ്ട യൂറോപ്പ് പഠിക്കാൻ വരും. അത് പഠിക്കാൻ പറ്റും. അവിടെ നിങ്ങളുടെ ആള് വരും. പരിപാടി ഇവിടെ അവതരിപ്പിച്ച്, അല്ലെങ്കിൽ തന്നെ കേരളം ഇവിടെ മറ്റേ. എന്തുകൊണ്ട് ഇതിനൊന്നും ചിന്തിക്കുന്നില്ല ആൾക്കാർ? ചിന്തിക്കാൻ ശേഷിയില്ലേ? ഇനി കാണിച്ചു തരാം, ഞാൻ കാണിച്ചു തരാം. ഞാനിത് വർക്ക് ചെയ്ത് കാണിച്ചു തരും. ഞാൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്.
അതിനി എല്ലാവർക്കും കണ്ടുപഠിക്കാം. ആ പഠനത്തിൽ കൂടെയാണ് ഞാൻ പറഞ്ഞത് ഇനിയും ആളുകൾ വരുമെന്ന് മുന്നോട്ട്. ഇത് മനസ്സിലാക്കുന്നവർ പുറത്തോട്ട് വരും. അതാണ് ഈ കാണിച്ചേക്കുന്നത്. ഇത് ഈ ഇലക്ഷനുള്ള ഞാൻ ഈ നോമിനേഷൻ കൊടുത്തതും ഈ സ്ഥലത്ത് ഇറങ്ങി നിന്നതും ഇതിപ്പോൾ ഇവിടെ നിന്ന് പറയുന്നതും ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നതിൻ്റെ കാരണം അതാണ്. ഞാൻ ചുമ്മാ ഇങ്ങനെ വന്നിട്ട് രാവിലെ എനിക്കെന്താ പൊട്ടം കളിക്കാൻ ഇറങ്ങിയ എനിക്കിതൊക്കെ കാണിക്കുമ്പോൾ എന്തുവാ എന്തിനാ ചെയ്യുന്നത്? പർപ്പസ് എന്താ അല്ലേ? വേറെ കാര്യമൊന്നും ഇവിടെ ഈ പറഞ്ഞ എല്ലാവരും വന്നത് എന്തിനാ? ഇപ്പൊ രാഷ്ട്രീയ പ്രവർത്തനമെന്നോ അല്ലെങ്കിൽ ഈ സാമൂഹിക പ്രവർത്തനമോ വന്ന് ഒരാൾ വരുവാ, അവര് വരുന്ന പോലെ തന്നെ ഞാനും വന്നത്. പക്ഷെ എൻ്റെ കയ്യിൽ വേറെ ഒരു കൺസെപ്റ്റും ഐഡിയ ഉണ്ടെന്നേ ഉള്ളൂ. ഇതിനകത്ത് അവരുടെ കൺസെപ്റ്റും ഐഡിയ ആയിട്ടും എൻ്റെ കൺസെപ്റ്റും ഐഡിയ ആയിട്ടും ഒന്ന് മാച്ച് ചെയ്ത് നോക്കുക. അത്രയും ചെയ്താൽ മതി. അല്ലാതെ എനിക്ക് ആരോടും ഇപ്പോഴും കുറ്റമൊന്നുമില്ല. ഞാനിവിടെ അൺസാറ്റിസ്ഫൈഡ് ആയിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനൊന്നുമല്ല. എനിക്ക് മോഡിയോട് പോലും വിരോധമില്ല. മനസ്സിലായില്ലേ? എനിക്കൊരു പ്രശ്നം ഉണ്ടായില്ല. എനിക്ക് ബീഫൊക്കെ ഞാൻ ഇപ്പോഴും കഴിക്കുന്നു. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് അനീതികൾ, അതും പ്രത്യേകിച്ച് ഈ സാധാരണക്കാരനായ മനുഷ്യർക്കും എനിക്കുമൊക്കെ ബുദ്ധിമുട്ട് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഈ സിസ്റ്റത്തിന്റെ വീക്ക്നെസ്സും ലൂപ്പ് ഹോൾസും അല്ലെങ്കിൽ ഇവരുടെ ഈ പറഞ്ഞ ഒരു ഇൻഫ്ലുവൻസും അത് കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. സിമ്പിളാണ്. ഇതിപ്പോൾ ഓൾഡ് ജനറേഷന് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർക്ക് ഈ സാധനത്തിനെ പോലും ശരിക്കും മനസ്സിലായിട്ടില്ല. ഇതിനകത്ത് എന്താ നടക്കുന്നതെന്ന് അറിയത്തില്ല, ഇത് എങ്ങനെയാണ് ഇത് ഉണ്ടായെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇനി വേറെ വല്ലതും ഉണ്ടാക്കാൻ പറ്റുമെന്നും അറിയത്തില്ല. ഇത് പിന്നെ ചോദിക്കുന്നു എന്താ നിങ്ങൾ ഒറ്റയ്ക്ക് ഇറങ്ങിയാൽ നടക്കുമെന്ന്. ഒറ്റയ്ക്കായിരിക്കും ചിലപ്പോൾ ആദ്യം ഒരാൾ ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ടല്ലേ ആളുകൾ വരത്തുള്ളൂ. ആ ആളുകൾ വരും. ഇത് കണ്ട് മനസ്സിലാക്കി ഇഷ്ടപ്പെട്ട ഞാൻ ഈ വോട്ട് ചോദിക്കത്തില്ലെന്ന് പറഞ്ഞു. ഒരിക്കലും ഞാൻ ആരോടും വോട്ട് ചോദിക്കത്തില്ല. അതെൻ്റെ അപ്പനോടോ അമ്മയോടോ എനിക്ക് ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, ആരോടും ഞാൻ വോട്ട് ചോദിക്കത്തില്ല. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന എൻ്റെ കൂടെ വന്ന സുഹൃത്തിനോട് ഞാൻ വോട്ട് ചോദിച്ചിട്ടില്ല. വോട്ട് ചെയ്യാനൊന്നും പറയേണ്ട ആവശ്യമില്ല. അയാൾക്ക് ഈ സാധനം ഇഷ്ടപ്പെട്ടാൽ അയാൾ വോട്ട് ചെയ്തോട്ടെ. ഇഷ്ടപ്പെട്ടില്ലേ ചെയ്യണ്ട. എൻ്റെ അപ്പനും അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല, ഞാനെന്ത് ചെയ്യാനാ? മനസ്സിലായി? അങ്ങനെ ഒരു വോട്ടില്ല. ബന്ധമെന്ന് പറഞ്ഞ സ്ഥലത്തുനിന്നൊന്നും അല്ല വോട്ട് വരുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഒരു വിശ്വാസമുണ്ട്. അല്ലെങ്കിൽ ഞാനൊരു പള്ളിയാണ്, അമ്പലമാണ്, ദൈവവിശ്വാസിയാണ്, അങ്ങനെ ഒരു വിശ്വാസമുള്ള മേയറത്തിനെ കാണുമ്പോൾ ഞാൻ അയാളെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് മഹാമണ്ഡലത്തിലാണ്. മനസ്സിലായോ? അതിനെയൊന്നുമല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. നമ്മൾ തെളിവിനെ കണക്കിനെ മാത്രമേ വിശ്വസിക്കൂ. തെളിവ് വേണം, കണക്കും വേണം. അല്ലാതെ വ്യക്തികളും പ്രസ്ഥാനങ്ങളും പിന്നെ ഭയങ്കര എന്താ പറയുക ഡയലോഗ്സും ഇതിലൊന്നും ആവശ്യമില്ല. ഇപ്പൊ ചാറ്റ് ജിപിടിയിൽ ഇട്ടുകൊടുത്ത സൂപ്പർ സ്പീച്ച് ഒക്കെ ഉണ്ടാക്കി. പിന്നെ ഇവിടുത്തെ ഇപ്പൊ ക്വാളിറ്റിയും അല്ലെങ്കിൽ ഓരോരുത്തരുടെ ക്വാളിറ്റി എടുത്ത് നോക്ക്. ഞാൻ വേറെ കാര്യം ചെയ്തിട്ട് ഇത്രയും നാളായിട്ട് ആരെങ്കിലും ഒരുത്തിന് ഇവിടെ ഇറങ്ങി വന്നിട്ട് കറപ്ഷനെ മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് ഒത്തിരി കറക്ഷൻസ് വരുത്താനുണ്ടെന്ന് പറഞ്ഞ ഒരാളെ ഞാൻ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുമ്പോൾ അതിനകത്തൊരു വ്യത്യസ്തത ഉണ്ടാവും. ചിലപ്പോൾ മനുഷ്യർക്ക് ഉൾക്കൊള്ളാനും പറ്റത്തില്ലായിരിക്കും. ഇതെങ്ങനെ നടക്കുമെന്ന് ചോദിച്ചാൽ അത് ഇങ്ങനെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാനും ശേഷിയില്ല. ഇത് വളരെ സിമ്പിളാണ്. ഇതിനകത്ത് ഒന്നും ചെയ്യാനില്ല. ജസ്റ്റ് എല്ലാവരെയും കാണിക്കുക, ഇത് കണ്ട് ഇതാണ് ഇവിടെ, ഇതൊക്കെ ഇവിടെ ഉണ്ട്, ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങൾക്ക് സൗകര്യം എന്താ വേണ്ടത്, നിങ്ങൾ പറ, എല്ലാവരോടും പറ, എല്ലാവരുടെ ആവശ്യങ്ങൾ പറയുന്നു, എല്ലാവരോടും ഒന്നിച്ചൊരു ആവശ്യം, ഈ ആളുകളുടെ എല്ലാവരുടെയും ആവശ്യം നടത്തിയെടുക്കും. അത് നടത്താനുള്ള ഫണ്ടൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. എല്ലാവരും നല്ലപോലെ അധ്വാനിക്കുക. മലയാളി നമ്പർ 1, മലയാളി ലോകത്തിന്റെ എല്ലാ മൂലയ്ക്കും എല്ലായിടത്തും എല്ലാം ഉണ്ട്. ഇപ്പൊ നമുക്ക് ഈ വിദേശത്ത് ജീവിക്കുന്ന മനുഷ്യൻ ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നല്ല സജഷൻസ് കിട്ടും. അവിടെ ഇങ്ങനെ ഉണ്ട്, അത് പറയുന്നത് എടുക്കണം. അല്ല ഇവിടെ നിന്ന് അവിടെ പോകേണ്ട കാര്യം പോയി പഠിച്ചിട്ട് ആ കമ്മ്യൂണിക്കേഷൻ അത്ര നല്ലതായിട്ട് നടക്കാൻ കാലത്ത് പൊരുത്തം പോകേണ്ടി വന്നതാണ്. പക്ഷെ അത് ഇപ്പോഴും പോകുന്നുണ്ട്. ഇവര് ഇപ്പോഴും ഈ ഇലക്ഷൻ ഇത്ര നടന്ന് പ്രചരിപ്പിക്കുന്ന എന്തിനാ? ഈ റോഡിലൊക്കെ ഇറങ്ങി എന്ത് കാണിക്കുന്നത്? ഇത്രയും ഫണ്ട് എന്തിനാ കൊടുക്കുന്നത്? ഈ ഫണ്ട് ആരുടെ ഫണ്ടാണ്? ഇതൊക്കെ ഇവർ കൊള്ളാവുന്ന ഭരണം നടത്തിയവരോ അല്ലെങ്കിൽ ഇവര് പ്രതിപക്ഷവുമാണെങ്കിൽ, അതാണല്ലോ ഇവിടെ മെയിൻ സ്ട്രീം എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും. ഇവരെല്ലാവരും കൊള്ളാവുന്നവരാണെന്ന് ഇവർക്ക് ബോധ്യം ഉണ്ടെങ്കിൽ പിന്നെ ഇവർ ഈ സമയത്ത് ഇറങ്ങി മാർക്കറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇവര് മിണ്ടായിരുന്നാ മതിയല്ലോ. ഇലക്ഷൻ വരുമ്പോൾ ആൾക്കാർ വോട്ട് ചെയ്തോളൂല്ലോ. നമുക്കിപ്പോ ചിലപ്പോൾ ചെയ്യേണ്ട ഒരു കാരണം എന്താ പറയുമ്പോൾ, കാരണം നമുക്കിത് നാട്ടുകാരെ അറിയിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട്, ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്, ഒരു സിസ്റ്റം ഇങ്ങനെ പ്രശ്നത്തിലാണ്, ഫെയിലിയർ ആയി കിടക്കുന്നുണ്ട്, അതിനൊരു അത് ഫിക്സ് ചെയ്യാനൊരു മാർഗമുണ്ട്, അത് ദേ ഇയാൾ പറയുന്നുണ്ടെന്ന് പറഞ്ഞ് പറയേണ്ടത്, കാണിക്കേണ്ടത്. ഇവര് അപ്പോഴും പ്രതീക്ഷിക്കുന്നത് എന്താണെന്നറിയോ? ഒരു കള്ളനെ പിടിക്കണം, ഇത് ആ അഴിമതി നടന്നത് നീ കണ്ടുപിടിക്കണമെന്നൊക്കെ. അഴിമതി നടക്കാതിരിക്കാനാണ് നമ്മൾ അതേ നമ്മൾ ഡയറക്റ്റ് അങ്ങോട്ടാ പോയേക്കുന്നത്. മനസ്സിലായോ? ട്രാൻസ്പെറൻസി വരുമ്പോൾ തന്നെ ഒറ്റയടിക്കത് തീരുവ. മനസ്സിലായോ?
മനസ്സിലായി. തുണി ഇല്ലാതെ നിൽക്കുന്നു, പിന്നെ ഒന്നും നടക്കില്ല. പിന്നെ എന്തിനാ വെറുതെ നീ ആ തുണി അഴിച്ച് കളയുന്ന പരിപാടിയാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഒരു മൊത്തം കവർ ചെയ്ത് മുഖം പോലും കാണാത്ത ഒരാൾ നിൽക്കുമ്പോൾ അയാളോട് കുറച്ച് കണ്ണ് കാണിച്ചു, മൂക്ക് കാണിച്ചു, പല്ല് കാണിച്ചു, അതല്ല സീൻ, മുഴുവനായിട്ട് ഊരി കളയുക. അപ്പോൾ ആ മനുഷ്യന് അത് വളരെ വിസിബിളായി ക്ലിയറായി. മതിലില്ല നമ്മുടെ കൺസെപ്റ്റിനകത്ത്, ഒന്നുമില്ല, മതിലില്ല, ഇരുട്ടുമില്ല, മതിലുമില്ല, എല്ലാം വെളിച്ചത്തിൽ, എല്ലാം നേരെ. ഗ്രേറ്റ്, അടിപൊളി. ഒളിവും മറവും ഇല്ല. ഇത് പറയാൻ വേണമെങ്കിൽ ചതിയുമില്ല, മറ്റേ പൊളിവചനമില്ല, ഇല്ലോളമില്ല, പൊളിവചനം. എനിക്ക് ഈ പറഞ്ഞ മഴയ ഈ സാധനം കേൾക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ? മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ, എന്താ കളവുമില്ല, ചതിയുമില്ല, ഇല്ലോളമില്ല, പൊളിവചനം. അടിപൊളി. അത് നല്ലൊരു സാധനമാണ്. അത് അവരുടെ ആഗ്രഹമാണ്. അതെങ്ങനെ ഫിസിക്കലി അത് പ്ലേസ് ചെയ്യാന്നുള്ളതാണ്. ടെക്നോളജി ഡെവലപ്പ് ആകുമ്പോൾ പോസിബിളാണ്. കഴിഞ്ഞ ഒരു ഇത്ര നാളും ചിലപ്പോൾ ജീവിച്ചവർക്ക് ഇത് ചിന്തിക്കാൻ പറ്റാതെ പോകുന്നതോ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റാതെ പോകുന്നതിന്റെ കാരണം ടെക്നോളജി അഡ്വാൻസ് അല്ല. മുൻപേ ഒരു ട്രാൻസ്പെറൻസി കാണിക്കാൻ നോക്കി എങ്ങനെ കാണിക്കും? ഇതൊക്കെ ആലോചിച്ചവരൊക്കെ ഉണ്ടാവും, ആഗ്രഹിച്ചവരുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അവരുടെ കാര്യങ്ങൾ നന്നായിട്ട് നടക്കണമെന്നും എല്ലാവർക്കും സന്തോഷമായിട്ട് ജീവിക്കണമെന്നൊക്കെ ആഗ്രഹമുള്ളവരുണ്ട്. എനിക്കും ഒരു നിർബന്ധവും ഇല്ല ഒരാളവിടെ ബുദ്ധിമുട്ടി ജീവിക്കണമെന്നും. എല്ലാവരും ജീവിക്കുന്നു, മനുഷ്യർ സഹകരിച്ച് സന്തോഷിച്ച്. പിന്നെ കൊലപാതകം, ഇത് അടിപിടി വെട്ടുകുത്ത്, ഇതൊന്നും നടക്കത്തില്ലെന്ന്. അതിന്റെ ആവശ്യമില്ല. ആകെ കുറച്ച് മാനസിക നില തെറ്റിയ മനുഷ്യൻ ചിലപ്പോൾ ഒരു കൊലപാതകം നടത്തിയാൽ അതിന് നടക്കാൻ സാധ്യതയില്ല. അത് അങ്ങനെ നടന്നാലും അത് ട്രീറ്റ്മെന്റിന്റെ സ്കൂളിൽ നിന്നേ അറിയാം. അവിടെ കറക്ഷൻ തുടങ്ങണം, അവിടെ അതിനെ ട്രീറ്റ്മെന്റ് മാറ്റണം. അവിടെ ട്രീറ്റ്മെന്റ് കൊടുത്തോണ്ടല്ലോ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഇതൊന്നെങ്കിൽ നന്നാവും, അല്ലെങ്കിൽ അതിനെ കൂട്ടിയിടാനെങ്കിലും പറ്റും. അത് മാത്രം ചെയ്താൽ മതി. അല്ലാതെ കണ്ണീർ പൊടിയിട്ട് കുഴപ്പങ്ങളുണ്ടാകുമ്പോൾ ഓടിച്ചെന്ന് പിടിച്ച് ആരെങ്കിലും എന്തിനും ചെയ്തു കഴിഞ്ഞാൽ അവനെ കൊണ്ട് ജയിലിലിട്ട് ശിക്ഷിച്ച് നന്നാക്കാനൊക്കെ നോക്കുന്നത് ഒന്ന് ആലോചിച്ച്. വേറെ സാധനം എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പൊ ഈ വലതുപക്ഷമോ ഇടതുപക്ഷമോ അല്ലെങ്കിൽ ഈ സംഘപരിവാറോ ഒക്കെ ആയിക്കോട്ടെ, ഇവർ പൊതുവിൽ കണ്ടുവന്നിട്ടുള്ള, ഞാൻ ചെറുപ്പം പോലെ ഈ ന്യൂസ് കാണുന്ന ആളാണ്, ഒരു സമയത്തിന് ശേഷം അത് നിർത്തിയത്. അപ്പോൾ ഇങ്ങനെ കാണുന്ന സമയങ്ങളിലൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഈ ഇവർ ചർച്ചകളുടെ ഇടയിലും അല്ലെങ്കിൽ എന്തെങ്കിലും ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവർ മറിച്ച ആരോപണങ്ങൾ ഉന്നയിക്കുക ചെയ്യുക. പ്രധാനമായിട്ട് ഇവർ തിരിച്ചാരോപിക്കും. അപ്പൊ താനിങ്ങനെ ചെയ്തില്ലേ, അപ്പൊ ഞാനിങ്ങനെ ചെയ്തില്ലേ എന്ന് പറയുമ്പോൾ എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ താൻ ചെയ്തതിനെ കുറിച്ച് പറയാം. ഇങ്ങനെയാണ് ഈ സാധനം നടക്കുന്നത്. അപ്പോൾ ഇത് കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇതെന്തോ ഒരു ഗെയിം പോലെ, വേറെന്തോ ഒരു മൂഡിൽ ഇവരിതിങ്ങനെ ഇതിനകത്ത് ജയിക്കുന്നതായിരുന്നു തോക്കുന്നതായിരുന്നുള്ള മൂഡിൽ അങ്ങോട്ട് ഇരിക്കുന്നത്. സത്യത്തിൽ തോറ്റിരിക്കുന്നത് കണ്ടോണ്ടിരിക്കുന്നവന്മാരാണ്. അവന്മാർക്ക് അത് മനസ്സിലായിട്ട് പോലുമില്ല. അൺഫോർച്ചുനേറ്റ് അല്ലേ? കോമ്പറ്റീഷൻ ഉണ്ടാക്കേണ്ട ആവശ്യം എന്താ? മനുഷ്യരെന്തിനാ വെറുതെ കോമ്പറ്റീഷൻ നടത്തുന്നത്? ഇവിടെ അങ്ങനെയല്ല പഠിപ്പിച്ചു വെച്ചേക്കുന്നത്. അതുകൊണ്ടാണോ? അതാണ് ഈ റോഡിൽ ബിഹേവ് ചെയ്യണ അറിയില്ലല്ലോ. എവിടെ ഫസ്റ്റ് ആവണ്ടെന്ന് അറിയില്ല. ഒളിമ്പിക്സിലൊന്നും ആരും പോകുന്നില്ല. റോഡിൽ കിടന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ ഒരു അവസരം കിട്ടിയാൽ അവിടെ മുതലെടുക്കുക, അത്രയൊക്കെ പഠിച്ചിട്ടുള്ളൂ. അതെ. പരമാവധി വേറൊരാളെ ചൂഷണം ചെയ്തിട്ടാണെങ്കിലും മുമ്പിൽ കയറി പോണം, ഏറ്റവും ആദ്യം എത്തണം, ചവിട്ടി ആരെന്ത് ചെയ്തിട്ടാണെങ്കിലും എന്റെ കാര്യം നടക്കണം എന്നുള്ളത് മാത്രം ചിന്തിക്കുന്ന, എന്റെ കാര്യം നടക്കുന്ന പോലെ തന്നെ ഉള്ളൂ വേറൊരാളുടെ കാര്യം നടക്കുന്നു, അത്രേ ഉള്ളൂ. അതെല്ലാം പറഞ്ഞ പോലെ തന്നെ ഇവിടെ പട്ടിയും പൂച്ചയും ഒന്നും കൊല്ലേണ്ട ഒരു ആവശ്യം. അതെല്ലാം കൂടി ഈ പറയുന്ന സിസ്റ്റത്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. എല്ലാവരുടെയും കാര്യം നടക്കുന്ന പോലെ പരിപാടി നടത്താൻ പറ്റും. ധാരണ എനിക്ക് ഉണ്ടായി പോയാൽ ഞാനത് എനിക്കിത് പറയുമ്പോൾ തന്നെ എനിക്കത് മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ ഞാനത് മനസ്സിലാക്കി. അപ്പൊ ഞാൻ എങ്ങനെ ഇത് അറിഞ്ഞിട്ട് ഉണ്ടായിരിക്കും? അതെ അതെ. എല്ലാം എന്തെങ്കിലും ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാ? പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് പറ്റുന്നിടത്തൊക്കെ ഞാൻ പറയണം. പിന്നെ തീർച്ചയായിട്ടും ഞാൻ ഓൺലൈനിൽ പറയും. ഇപ്പൊ ഇലക്ഷന്റെ സ്ഥലത്ത് നിന്നാൽ ഇവരെ എല്ലാം ചലഞ്ച് ചെയ്യുന്നത് അതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അത് എവിടെയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും അവിടെയൊക്കെ ഞാൻ ചെയ്യാൻ പറ്റും. അടിപൊളി. അത്രേ ഉള്ളൂ. അല്ലേ അത് എന്നോട് ചെയ്യുന്നൊരു അനീതിയായിരിക്കും. ഞാൻ എന്നോട് തന്നെ ചെയ്യുന്നത് ഞാൻ അനുഭവിക്കുക. നീ അനുഭവിക്കുന്നുണ്ടോ? നിനക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾ ബുദ്ധിമുട്ടുകൾ പറയുക, ബുദ്ധിമുട്ടുകൾ എല്ലാവരോടും പറയുക. ഈ കേരളത്തിനോട് അറിയിക്കുക അതെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ചാരിറ്റി അതല്ലേ ഉള്ളൂ. എന്നിട്ട് അതിനകത്തൊന്ന് വെട്ടിച്ച് അതൊക്കെ എനിക്കൊന്നേ ചാരിറ്റി പ്രവർത്തകൻ കോടീശ്വരനാവും, രാഷ്ട്രീയ പ്രവർത്തകൻ കോടീശ്വരനാവും, രാഷ്ട്രത്തെ സേവിക്കാൻ വന്നത് സേവിച്ച് കോടീശ്വരനായി. കോടീശ്വരനായി. ഞാൻ പറയുന്ന സിസ്റ്റത്തിന് വേറെ പ്രശ്നങ്ങളുണ്ട്. ഇതിന് മുതലാളിയില്ല.
മുതലാളി ഇല്ല. മുതലാളി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇല്ല. ആവശ്യം നടത്താൻ വേണ്ടി നമ്മൾ കുറച്ച് ഫണ്ട് സ്വരൂപിക്കുന്നു, അത് വേറെ കൊടുക്കും. സാറില്ല ഇവിടെ, സാറില്ല. പോലീസുകാർ സല്യൂട്ടൊന്നും അടിക്കുന്നത്, പേരൊക്കെ വിളിച്ച് ചെയ്യുക. അതെ, മിസ്റ്റർ എല്ലാരും ഒരുപോലെയൊക്കെ. അല്ലാതെ അവിടെ ഇങ്ങനത്തെ ഹൈറാർക്കിയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ജോലി അറിയാവുന്നതിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അത് നല്ലപോലെ ചെയ്തു. അതിന് മോണിറ്റർ ചെയ്യേണ്ട ആവശ്യം പോലും വരത്തില്ല. ഇത് ചെയ്യേണ്ടി വരുന്നത് ഇത് ഈ പറഞ്ഞ പോലെ അറിയാത്തവരും ഇതിനകത്ത് താല്പര്യമില്ലാത്തവരും ഒക്കെ ഇവിടെ നടക്കുക. ഈ ഇതിലൊക്കെ ആളുകൾ ഈ മെസ്സി വന്ന് നമ്മുടെ എന്നോട് നേരത്തെ ഇവിടെ മലയാള മനോരമക്കാർ വന്നപ്പോഴേ ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ ആരോടാണ് അവിടെ ആരോടൊക്കെയാണ് മത്സരിക്കുന്നത്? എനിക്ക് അവിടെ ആരോടും മത്സരിക്കാനുള്ള ആളുകളില്ല. കാരണം മെസ്സി വന്ന് കണ്ടെത്തി കളിക്കത്തില്ല ഇവിടെ. അത്രേ ഉള്ളൂ. എനിക്ക് അവരോടൊന്നും ഒരു കോമ്പറ്റീഷനായിട്ട് തോന്നുന്നില്ല. ഈ പറഞ്ഞ ആൾക്കാരുടെ ഇതൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. അവരിപ്പോഴും ഇതൊക്കെ തന്നെ പറഞ്ഞ് എന്തിനാണ് ഇത്ര സ്പീഡ് വണ്ടി ഓടിച്ച് എവിടെയൊക്കെ പോകുന്നത്? എന്നിട്ട് ഈ റോഡിൽ ഓടുന്നത് ഇങ്ങോട്ടും അങ്ങോട്ടും കിടന്ന് ഓട്ടമാണ് ഇപ്പോഴും. എന്നിട്ട് ഓടുന്ന് ഓടി കതച്ചാണ്ടൊക്കെ ചെയ്യാൻ പോവാന്നാ പറയുന്നത്. ഒരിടത്ത് ഇരുന്നാ മതി, അവിടെ ഇരുന്ന് നടത്തണം. ഞാൻ ഇറങ്ങത്തൊന്നും ഇല്ല, ഞാൻ എവിടെയും പോകത്തില്ല. എന്തിന്? അതിന്റെ ആവശ്യമില്ല. ആരെ നേരിട്ട് എന്ന് കണ്ടിട്ടൊന്നും കാണിക്കാനൊന്നും വന്ന കാലത്ത് ഈ വീഡിയോ കോളൊക്കെ ചെയ്താൽ നമുക്ക് ആ സ്ഥലം കണ്ടാൽ മനസ്സിലാവും എവിടാന്ന് വരെ. മനസ്സിലായോ? ഇവർക്ക് ആർക്കും ഫോൺ പോലും ശരിക്കും ഉപയോഗിക്കാറില്ല. അവരാണ് ഗവൺമെന്റ് ഉണ്ടാക്കാൻ പറ്റും. ഇത്തരം മനുഷ്യരെ 3.5 കോടി ജനത്തിനെ മാനേജ് ചെയ്യാം, പക്ഷെ ഒരു ഫോൺ ഉപയോഗിക്കാൻ ശരിക്കും അറിയത്തില്ല. ഒരു കാര്യം പറയാനുള്ളൂ, ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടികളെ, ഇവിടുത്തെ മെയിൻ സ്ട്രീം പൊളിറ്റിക്കൽ പാർട്ടികളാണല്ലോ ഈ ഇലക്ഷന്റെ ഭാഗമായിട്ട് പ്രധാനമായിട്ട് ഇവിടെ നിൽക്കുന്നത്. അല്ല, ഞാനത് ആ സെൻസിൽ പറയാം. അത് പൊളിറ്റിക്കൽ പാർട്ടികളായിട്ടുള്ള ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടികൾ മുഴുവൻ അവർ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ പ്രൊമോഷൻ, ഈ ഇലക്ഷൻ ഓൺലൈൻ പ്രൊമോഷൻ ഏൽപ്പിച്ചിട്ടുള്ളത് മുഴുവൻ ഇവിടെ പുറത്ത് കമ്പനികളൊക്കെയാണ്, ഫണ്ടുള്ളതുകൊണ്ട്. അപ്പോൾ പക്ഷെ അതിനകത്ത് ഇവരുടെ പൈസ ഉണ്ടെന്നുള്ളത് കൊണ്ട് ഇവർക്ക് ഈ ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലാത്ത, ക്രിയേറ്റീവ് അല്ലാത്ത മനുഷ്യരെ ഇതിൻ്റെ ഉള്ളിലുള്ളത് മുഴുവൻ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ കൂടെ ഉള്ളവർ ഇവർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പോലത്തെ സാധനങ്ങളൊന്നും ഇവരെടുക്കില്ല. ഇവർക്കെല്ലാം അപ്പുറത്ത് ഏൽപ്പിച്ച് വേറെ സ്ഥലത്ത് ഏൽപ്പിച്ച് പരിപാടി നടത്തി പോകാനാണ് ഇഷ്ടം. അതൊക്കെ അതല്ല ഞാൻ പറഞ്ഞ സാധനം. ഞാൻ പറഞ്ഞത് ഈ പറയുന്ന ഇന്റർനെറ്റ് അതൊക്കെ ഇന്റർനെറ്റ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ പോലും അറിയാൻ പാടാത്ത ആൾക്കാരാണ് ഇവിടെ ഈ പരിപാടി അവതരിപ്പിക്കുന്നതെന്ന് ഈ പറഞ്ഞത്. ഇപ്പം നിലവിലത്തെ അവസ്ഥയിൽ താൻ ആ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡിവൈസ് എങ്ങനെ ഉപയോഗിക്കണം കൃത്യമായിട്ടൊന്നും പോലും ധാരണയില്ലാത്ത മനുഷ്യർ ജീവിക്കുന്ന നാടാണ്. ആ ഒരു ജനറേഷന്റെ വ്യത്യാസം തന്നെ നോക്ക്. ഇവിടെ ഈ 2 കൂട്ടരും ജീവിക്കുന്നില്ലേ? കൊച്ചുങ്ങൾക്ക് വേറൊരു തോന്നല്. അതെ. വന്നോ അയാള്? ഇല്ല, അയാൾ ഇങ്ങോട്ടല്ല, അങ്ങോട്ടല്ല. അന്നാ പോയേക്കാം. എന്നിട്ട് ബാക്കി പറ. അങ്ങനെ വരുമ്പോഴോ എല്ലായിടത്തും ഇതിനകത്ത് ഈ ജനാധിപത്യത്തിൽ ഏറ്റവും ഈക്വൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. മനസ്സിലായില്ലേ? എല്ലാ ജനങ്ങളുടെയും പാർട്ടിസിപ്പേഷനും എല്ലാ ജനങ്ങളുടെയും സഹായ സഹകരണങ്ങളും എല്ലാ മനുഷ്യരുടെയും. അത് എവിടെ നിന്നും എടുക്കാം. വേണേ റഷ്യയിൽ ഇരുന്നൊരുത്തിന് ഓഡിറ്റ് ചെയ്യട്ടെ. അതെ, അങ്ങനെ വന്നാലുണ്ടല്ലോ അമേരിക്ക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നും. നമ്മൾ കേരളം തന്നെ പറയും. കേരളക്കാരനൊന്നും പിന്നെ പുറത്തു പോയി അമേരിക്ക ഇവിടെ വരട്ടെ. അതെ, അവിടുന്ന് ആളിവിടെ വരും. യൂറോപ്പിൽ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഈ സിസ്റ്റം എങ്ങനെയാണ് നടക്കണമെന്ന് പഠിക്കാൻ വരും. അപ്പോഴും അവർക്ക് നമ്മളിവിടെ നിന്ന് ഇതുവരെ പോയവന്മാര് അവിടെ ചെന്നിട്ട് കണ്ടിട്ട് പോകുന്ന പോലെ അവിടെ നിന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് പോട്ടെ. അതെ, നമുക്ക് ടൂറിസം ആക്കിയേക്കാം. ടൂറിസം. ഓക്കെ, ബൈ. ഓക്കെ, ബൈ.